ഹായ് ഓൾ, എല്ലാവർക്കും തെർമോഡൈനാമിക്സിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്ക് ഡൺ ഡ്യൂറിങ് ഡിഫറെൻ്റ് പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഐസോതെർമൽ പ്രോസസ്സ്, അഡിയാബാറ്റിക് പ്രോസസ്സ്, ഐസോകോറിക് പ്രോസസ്സ്, ഐസോബാറിക് പ്രോസസ്സ്, അങ്ങനെ ഡിഫറെൻ്റ് പ്രോസസ്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെയുള്ള വർക്ക് ഡൺ നമ്മൾ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, in order to calculate work done, ഞാൻ നിങ്ങൾക്ക് ആദ്യം മറ്റ് രണ്ട് പ്രോസസ്സുകളെ കൂടി പരിചയപ്പെടുത്താൻ പോവാണ്. ഓക്കെ, രണ്ടല്ല ഒന്ന്, റൈറ്റ്, എല്ലാം ഓക്കെ. സോ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ആദ്യം പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാം. യു ലിസൺ മീ. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കാര്യം ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്താണെന്ന്. നമ്മളത് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പരിചയമുണ്ടാവും. എനിവേ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ പാഠത്തിലെ പല ഐഡിയകളും കൺസെപ്റ്റുകളും മുന്നേ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ക്ലാസ് എടുക്കുമ്പോൾ ഈ ലെക്ചർ കാണുമ്പോൾ തന്നെ അത് പഠിച്ചിട്ട് പോവുക. ഇനി മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. സോ ലിസൺ, വാട്ട് ഈസ് എ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്? എന്താണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, ഒരു ചെറിയൊരു ബബിൾ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു സോപ്പിൻ്റെ ലിക്വിഡ് എടുത്തിട്ട്, സൊല്യൂഷൻ എടുത്തിട്ട് ഒരു ചെറിയൊരു ബബിൾ ഉണ്ടാക്കി. ഞാൻ അതിലേക്ക് വളരെ സ്പീഡിൽ കുറച്ച് എയർ ഊതിക്കയറ്റിയാൽ ആ ബബിൾ പെട്ടെന്ന് എന്തായിപ്പോവും, പൊട്ടിപ്പോവും. അതേസമയം ഞാൻ ആ ബബിളിലേക്ക് വളരെ പതിയെ ഞാൻ കാറ്റ് ഊതി നിറയ്ക്കുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, ചെറിയ ബബിൾ ആദ്യം ഒന്ന് കുറച്ച് വലുതാവും, പിന്നീട് എന്ത് ചെയ്യും, ഒന്നും കൂടെ വലുതാവും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ ബബിള് വലുതായി 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 വരും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഓരോ സ്റ്റെപ്പും ഇക്വിലിബ്രിയത്തിലാണ്, അത് പൊട്ടിപ്പോകുന്നില്ല, ഉണ്ടോ? അതേസമയം പെട്ടെന്ന് ഊതിയിരുന്നെങ്കിൽ അത് പൊട്ടിപ്പോയേനെ. പക്ഷെ പതുക്കെ ഞാൻ പ്രൊസീഡ് ചെയ്തപ്പോൾ, ഇൻഫിനിറ്റസിമലി സ്ലോലി ഞാൻ പ്രൊസീഡ് ചെയ്തപ്പോൾ ആ ബബിള് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലൂടെയാണ് എന്ത് ചെയ്തത്, പ്രൊസീഡ് ചെയ്തത്. അപ്പം അങ്ങനെയുള്ള പ്രോസസ്സുകൾ എങ്ങനെ കോൺസിക്യൂട്ടീവായിട്ട് ഇക്വിലിബ്രിയം സ്റ്റേറ്റുകളിലൂടെ കടന്നു പോകുന്ന പ്രോസസ്സുകളാണ് എന്തെന്ന് ശരിക്കും ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. ഓക്കെ, I will explain it once more. എന്താണ് എ പ്രോസസ് ഇൻ വിച്ച് സിസ്റ്റം successively changes from one equilibrium state to the next equilibrium state by differing only infinitesimally from the first one. ആദ്യത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വളരെ ചെറിയ മാറ്റം അടുത്ത സ്റ്റേറ്റിലേക്ക് വരുന്നു. അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, മുമ്പത്തെ സ്റ്റേറ്റും ഇപ്പോഴത്തെ മാറിയിട്ട് വന്ന സ്റ്റേറ്റും എന്തിലായിരിക്കണം, ഇക്വിലിബ്രിയത്തിലായിരിക്കണം. ഞാൻ ആ ബബിളിൻ്റെ എക്സാമ്പിൾ ഏറ്റവും നല്ല ഒരു എക്സാമ്പിളായിട്ട്, അല്ലെങ്കിൽ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് ഓർമ്മിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. ഓക്കെ, സോ എന്താണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്, വരയ്ക്കാറുണ്ട്. ഇപ്പോൾ PV ഡയഗ്രാം അല്ലേ, ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഇൻഡിക്കേറ്റർ ഡയഗ്രാം. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ഒരു ലൈനായിട്ട് ആ ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ വരയ്ക്കുന്ന ഏത് ലൈനും അതിലേത് പോയിന്റും ഇക്വിലിബ്രിയത്തിലായിരിക്കും. ദാറ്റ് മീൻസ് ഇൻ എ പ്രോസസ് വിച്ച് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ മീൻസ് ഓഫ് എ ലൈൻ ഇൻ എൻ ഇൻഡിക്കേറ്റർ ഡയഗ്രാം മസ്റ്റ് ബി എ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ വർക്ക് കാണുമ്പോൾ ഞാൻ ഇൻഡിക്കേറ്റർ ഡയഗ്രാം വരയ്ക്കും. ആ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിലെ ഓരോ പോയിന്റും, ഇപ്പോൾ PV ഡയഗ്രാം ആണെങ്കിൽ ഞാൻ ആ വരയ്ക്കുന്ന ലൈനുമിൽ ഓരോ പോയിന്റിലും ഓരോ പ്രഷറും ഓരോ വോളിയം ഉണ്ടാവും. ആ ഓരോ പോയിന്റും എന്താണ്, ഇപ്പോൾ ആദ്യം P1 V1 ആണെങ്കിൽ പിന്നീട് അത് P2 V2യിലേക്ക് മാറുന്നു, പിന്നീട് P3 V3യിലേക്ക് മാറുന്നു. അങ്ങനെ പ്രഷറും വോളിയവും ഇങ്ങനെ മാറി 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 വരുന്നു. പക്ഷേ ഈച്ച് പോയിന്റ് ഓൺ ദാറ്റ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്തായിരിക്കും, ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് എ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഡയഗ്രാം വരയ്ക്കുന്നത്. ക്ലിയർ? എങ്കിൽ അറ്റ് ദിസ് പോയിന്റ് നൗ ഐ ക്യാൻ ഡിസ്കസ് ദി വർക്ക് ഡൺ. അങ്ങനെ ഞാൻ വർക്ക് ഡണ്ണിലേക്ക് കടക്കട്ടെ. ഇക്കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. അത് നിങ്ങൾ ഒരു
എക്സ്പാൻഷൻ പ്രോസസ്സ് ഇമാജിൻ ചെയ്യാം. നമ്മളൊരു സിലിണ്ടർ, അതിൽ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. സിലിണ്ടറിൻ്റെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ടോപ്പിൽ ഒരു മൂവബിൾ പിസ്റ്റൺ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള സിസ്റ്റംസ് അല്ലേ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള സിസ്റ്റമാണിത്. ശരിയല്ലേ? അപ്പോൾ ഒരു സിലിണ്ടർ വിത്ത് മൂവബിൾ പിസ്റ്റൺ വിച്ച് ഇസ് ഫിൽഡ് വിത്ത് ഗ്യാസ്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ഞാൻ ഇതിന് പിസ്റ്റൺ വളരെ സ്ലോലി, ഇൻഫിനിറ്റിസ്മലി സ്ലോ റേറ്റിൽ എന്ത് ചെയ്യുന്നു, പുറകിലേക്ക് വലിക്കുന്നു. ദാറ്റ് മീൻസ് അതിനുള്ള ഗ്യാസ് എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. വോളിയം ഗോസ് ഫ്രം V1 to V2 അല്ലേ. ഇനീഷ്യൽ വോളിയം VI എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, VI to VF. VF എന്താ, ഫൈനൽ വോളിയം. ഓക്കെ, പ്രഷർ അപ്പോൾ എന്ത് ചെയ്യും, കുറയും. വി നോ ദാറ്റ്. പക്ഷെ അങ്ങനെ പോകുമ്പോൾ ഈച്ച് സ്റ്റെപ്പ്, അങ്ങനെ വോളിയം കൂടുന്ന സമയത്തുള്ള ഈച്ച് സ്റ്റെപ്പ് എന്താണ്, ഇക്വിലിബ്രിയത്തിലാണ്. ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അവിടുത്തെ പ്രത്യേകത എന്താ, നിങ്ങൾ കൊടുക്കുന്ന ഫോഴ്സും ഉള്ളിലത്തെ പ്രഷർ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അപ്ലൈഡ് ഫോഴ്സും എന്താണ്, പ്രഷർ കാരണമുള്ള ഫോഴ്സും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. വൈ? ബിക്കോസ് ദേ ആർ ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ, സോ പ്രഷർ കാരണമുള്ള ഫോഴ്സ് എങ്ങനെയാണ് കാണുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണ് സിലിണ്ടർ. ഓക്കെ, ഇതാണ് നമ്മൾ പിസ്റ്റൺ വിചാരിക്കുക. ഇതിൻ്റെ ഈ ഏരിയ എന്ന് പറയുന്നത് A ആണെങ്കിൽ ഇവിടെ ഇതിലേക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്തായിരിക്കും, അത് പ്രഷർ ടൈംസ് ഏരിയ ആയിരിക്കും. അറിയാലോ, ഇതിൽ പ്രഷർ Pയും ഏരിയ Aയുമാണെങ്കിൽ ഈ പിസ്റ്റൻ്റെ ഈ ഏരിയ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണ്, P ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ് F. ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അത് അപ്ലൈഡ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. സോ F ഈക്വൽ ടു എന്താണ്, PA ആണ്. ഓക്കെ, ക്ലിയർ? റൈറ്റ്. ഓക്കെ സ്റ്റുഡൻസ്, ഇനി നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതായത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വോളിയം V ആണ്. ഓക്കെ, ഞാനിത് കുറച്ച് എക്സ്പാൻഡ് ചെയ്തു, കുറച്ച് പുറകിലേക്ക് പിസ്റ്റൺ വലിച്ചു. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് മാറി. ഈ സ്മോൾ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ dV ആണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇപ്പോൾ ടോട്ടൽ വോളിയം എത്രയായിരിക്കും, V പ്ലസ് dV ആയിരിക്കുമല്ലോ. ശരിയല്ലേ? അപ്പോൾ വോളിയം ചേഞ്ചസ് ഫ്രം V ടു V പ്ലസ് dV. ക്ലിയർ? വിയിൽ നിന്നും എങ്ങോട്ടാണ് വോളിയം ചേഞ്ച് ചെയ്യുന്നത്, ഒരു dV വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ആ സമയത്തുള്ള വർക്ക് ഡൺ എങ്ങനെ കാണാം, ചെറിയൊരു വോളിയല്ലേ ഇൻക്രീസ് ആയിട്ടുള്ളൂ. സോ സ്മോൾ വർക്ക് ഡൺ dW ഈസ് ഈക്വൽ ടു വർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താ, F ഡോട്ട് DL ആണ് അല്ലേ. ഫോഴ്സ് ഡോട്ട് സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് DL. ഓക്കെ, ഈ സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് DL അംഗീകരിക്കുക. ഇത് വോളിയമാണ്, മൊത്തം ഈ ചെറിയ വോളിയമാണ് dV. ഈ ഡിസ്പ്ലേസ്മെൻറ്റാണ് എന്തെന്ന് DL. കൺഫ്യൂഷൻ ആവരുത്. F ഡോട്ട് DL ആണല്ലോ, dW ആണല്ലോ എക്സ്പ്രഷൻ. വി നോ ഇറ്റ്. ദെൻ ദിസ് ഈസ് ഈക്വൽ ടു F എന്താ, ഈസ് ഈക്വൽ ടു PA ഡോട്ട് DL. ഞാൻ ചെയ്യട്ടെ, എന്താ ഈ A ഡോട്ട് DL? വാട്ട് ഈസ് ദാറ്റ് A ഡോട്ട് DL? ഇവിടെ കാണിച്ചിരിക്കുന്ന A ഡോട്ട് DL എന്തായിരിക്കും, അല്ലെ എയും DL മൾട്ടിപ്ലൈ എന്താ കിട്ടുക, നമുക്ക് നോക്കാം. A എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ആണ് അല്ലേ, DL എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ചെറിയ വോളിയം അല്ലേ, ഏരിയ ഇൻറ്റു ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ സ്മോൾ വോളിയം കിട്ടുക. ദാറ്റ് മീൻസ് dV കിട്ടുക അല്ലേ. സോ A ഡോട്ട് DL എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, എന്താണ് ഈ A ഡോട്ട് DL എന്താണ്, ഈ സ്മോൾ വോളിയം, അതായത് dV. സോ സ്മോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എന്താണ്, PdV. ഈസ് ഇറ്റ് ഓക്കെ ഫോർ യു? ഓക്കെ, അപ്പോൾ ചെറിയ വർക്ക് ഡൺ എന്താണ്, dW ഈസ് ഈക്വൽ ടു PdV. അങ്ങനെ ഞാൻ കാര്യം ചെയ്യട്ടെ, ടോട്ടൽ വർക്ക് ഡൺ ഇൻ മൂവിങ് ദ സിസ്റ്റം ഫ്രം വോളിയം VI, ഇനീഷ്യൽ വോളിയം VI ആണ്, അവിടെ നിന്ന് ഫൈനൽ വോളിയം VFലേക്ക് ചേഞ്ച് ചെയ്യുമ്പോഴുള്ള ടോട്ടൽ വർക്ക് ഡൺ എങ്ങനെ കാണും. അപ്പോൾ ഒരു dV വോളിയം ചേഞ്ച് ചെയ്യുമ്പോഴുള്ള വർക്ക് എത്രയാണ്, dW ആണ്. ദാറ്റ് ഈസ് ഗിവൺ ബൈ P ഇൻറ്റു dV, പ്രഷർ ഇൻറ്റു സ്മോൾ ചേഞ്ച് ഇൻ വോളിയം dV. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, എന്താണ് സ്മോൾ വോളിയം dV വോളിയം ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ചെയ്യുന്ന വർക്കാണ് തന്നിരിക്കുന്നത്, നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി വോളിയം ചേഞ്ച് ചെയ്യുന്നത് dV അല്ല, എത്രയാ, VIയിൽ നിന്ന് VFയിലേക്കാണ്. നമ്മൾ എന്താക്കിയാൽ മതി, ഈ വർക്ക് ഡൺ ഈ വോളിയം VI മുതൽ VF വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോരെ. സോ ടോട്ടൽ വർക്ക് ഡൺ കാണാൻ നമ്മൾ എന്താക്കിയാൽ മതി, ഇൻ്റഗ്രേറ്റ്
ഫ്രം വോളിയം വി ഐ ടു വി എഫ് എന്താണ് dw. Okay, that means you get w is equal to integral vi to vf dw and the pdv. Okay, so remember this expression. അപ്പോൾ വർക്ക് കാണാനുള്ള ഒരു എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? വർക്ക് ഈക്വൽ ടു ഇൻ്റഗ്രൽ വി ഐ ടു വി എഫ് പി ഡി വി. ക്ലിയർ? അപ്പോൾ ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട് വേണം ഞാൻ നേരത്തെ പറഞ്ഞ ഐസോതെർമൽ അഡിയാബാറ്റിക് അങ്ങനെ ഡിഫറെൻറ്റ് പ്രോസസ്സിലെ എന്ത് കാണാൻ? വർക്ക് ഡൺ കാണാൻ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു ഐസോതെർമൽ പ്രോസസ്സ്. ഐസോതെർമൽ എന്താ? ടെമ്പറേച്ചർ, പ്രഷറും വോളിയം ചേഞ്ച് ചെയ്യും, ബട്ട് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്ന പ്രോസസ്സാണ് ഐസോതെർമൽ. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിലെ എന്ത് കാണാം? നമുക്ക് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാം. ആർ യു റെഡി? ഫോളോ മീ. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് വർക്ക് ഡൺ ഡ്യൂറിങ് എൻ ഐസോതെർമൽ പ്രോസസ്സ്. കാണുന്നുണ്ടേ? സോ ഒരു ഐസോതെർമൽ പ്രോസസ്സിൻ്റെ പി വി ഡയഗ്രം ഞാൻ വരച്ചിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ? വൈ ആക്സിസിൽ പ്രഷർ, എക്സ് ആക്സിസിൽ വോളിയം എടുത്തുകൊണ്ടുള്ള ഒരു പി വി ഡയഗ്രം വരച്ചു. ഈ എ ടു ബി അതാണ് എൻ്റെ ഐസോതെർമൽ പ്രോസസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഡയഗ്രാം. എ ബി. ക്ലിയർ? അതിൽ എ എന്ന് പറയുന്ന പോയിന്റിലെ വോളിയം V1 ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ ഇനീഷ്യൽ വോളിയം. ഇനി എക്സ്പാൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ വോളിയം കൂടി വന്നു. അപ്പോൾ എന്ത് ചെയ്തു? വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും, നമുക്കറിയാം അല്ലേ? ഈ ബിയിലെ പ്രഷർ ഇത്രയാണ്, എയിലെ പ്രഷർ ഇത്രയാണ്. അപ്പോൾ ക്ലിയർ ആണ്? പ്രഷർ കുറഞ്ഞ് വോളിയം കൂടി എത്ര എത്തി? ബിയിലേക്ക് എത്തി. അപ്പോൾ വോളിയം എത്രയാണ്? V2 ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സ്പാൻഷൻ. ശരിക്കും ഇത് ഐസോതെർമൽ എക്സ്പാൻഷനാണ്. വോളിയം കൂടുന്നുണ്ട്, ശരിയല്ലേ? എനിവേ അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കിവിടെ വോളിയം ഇനീഷ്യൽ V1 ആണ്, ഫൈനൽ എത്രയാണ്? V2 ആണ്. ആ ഒരു പ്രോസസ്സിനിടയിലുള്ള നമുക്കറിയാം, ഇതിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ ഒരു പ്രഷർ ഉണ്ടാവും, ഒരു വോളിയം ഉണ്ടാവും. ഈ പോലൊരു പ്രഷർ വോളിയം ഉണ്ടാവും, ഈ പോലൊരു പ്രഷർ വോളിയം ഉണ്ടാവും, ഈ പോയിന്റിലൊരു പ്രഷറും വോളിയം ഉണ്ടാവും അല്ലേ? ഈ പ്രഷറും വോളിയം ഒക്കെ തന്നെ എന്താണ്? അല്ലെ, ആ പോയിന്റുകളൊക്കെ തന്നെ എന്ത് പോയിന്റുകളാണ്? നേരത്തെ പറഞ്ഞ പോലെ യെസ്, ഇക്വിലിബ്രിയം പോയിന്റ്സ് ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചെന്ന് മാത്രം. അങ്ങനെ ഈ എ നിന്ന് ബിയിലേക്കുള്ള ഈ ഐസോതെർമൽ പ്രോസസ്സിലുള്ള ഒരു ചെറിയ വോളിയം ചേഞ്ചാണ് ഡി വി. ഓക്കെ, V1 നിന്ന് V2ലേക്ക് സിസ്റ്റം ചേഞ്ച് ചെയ്യുമ്പോൾ അതിനിടയിലുള്ള ചെറിയ വോളിയം ചേഞ്ചാണ് എത്ര? ഡി വി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ ഡി വി വോളിയം ചെയ്യുമ്പോഴുള്ള വർക്ക് ഡൺ, സ്മോൾ വർക്ക് ഡൺ DW എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പി ഇൻറ്റു അല്ലേ, ഈ പോയിന്റിലുള്ള പി ഇൻറ്റു ഈ സ്മോൾ വോളിയം പി ഡി വി ആണ്. നമുക്ക് നേരത്തെ അറിയാവുന്നതാണല്ലോ. ഇസ് ഇറ്റ് ക്ലിയർ? റൈറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പി ഇൻറ്റു ഡി വി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഡി വി ഈ ബ്രെഡ്ത്താണ്, പി എന്ന് പറഞ്ഞാൽ വൈരാണ്, അപ്പോൾ ഈ ഹൈറ്റാണ്. അപ്പോൾ ഈ ഹൈറ്റ് ഇൻറ്റു ഈ ബ്രെഡ്ത്ത് വരും എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആ ഏരിയയാണ് ശരിക്കും പി ഡി വി. ഓക്കെ, റൈറ്റ്. എനിവേ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഡി വി വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോഴുള്ള വർക്ക് ഡൺ കിട്ടി. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ കാണാൻ നമ്മുടെ കയ്യിൽ എന്താ ഇക്വേഷൻ? നമ്മൾ എന്താക്കിയാൽ മതി? ഈ DWനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് W is equal to ഇൻറ്റഗ്രൽ ഇനീഷ്യൽ വോളിയം V1 ആണ്, ഫൈനൽ വോളിയം V2 ആണ്, DW. ദാറ്റ് മീൻസ് പി ഡി വി. ഓക്കെ, ഇതേ എക്സ്പ്രഷൻ തന്നെയാണ്, ഇത് മാറ്റമില്ല. ഇവിടെ VI VF നടത്തിന് പകരം ഇവിടെ V1 V2 എന്ന് മാത്രം. ക്ലിയർ? ഇത് നോക്കുക, ശരിക്കും ഇതിൻ്റെ റേറ്റ് എന്താ കിട്ടാൻ പോകുന്നത്? പി ഡി വി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ സ്മോൾ സ്ട്രിപ്പിൻ്റെ ഏരിയ ആണ്. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ എ മുതൽ ബി വരെയുള്ള കർവിൻ്റെ അടിയിലുള്ള ഈ ഏരിയ ആണ്. ശരിയല്ലേ? ഓക്കെ, നമ്മൾ വ്യക്തമാക്കിയാൽ എ ബി സി ഡി കാണുന്നില്ലേ? ആ ഒരു ഡയഗ്രത്തിൻ്റെ ഏരിയ ആണ് വർക്ക് ഡൺ. അപ്പോൾ ഒരു പി വി ഡയഗ്രത്തിൻ്റെ ഏരിയ ആ പ്രോസസ്സിൽ നടന്ന വർക്ക് ഡണ്ണ് തരും. അത് ഓക്കെ, ഓർമ്മിക്കാമല്ലോ? റൈറ്റ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ദി ഏരിയ ഏതാണ്? എ ബി സി ഡി. ഓക്കെ, അപ്പോൾ പി വി ഡയഗ്രത്തിലെ ഏരിയ എന്താ തരിക? വർക്ക് ഡൺ ആണ്. ഓക്കെ, നമ്മൾ കുറേ കഴിഞ്ഞാൽ ടി എസ് ഡയഗ്രമൊക്കെ പഠിക്കും, അവിടെ ഏരിയ എന്താ കിട്ടുമെന്നൊക്കെ നമുക്ക് അന്നേരം ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ പി വി ഡയഗ്രാമാണ്, അതിൽ ഏരിയ എന്ത് തരും? കർവിൻ്റെ ഏരിയ അണ്ടർ ദി കർവ്,
എ ബി ആണ് കർവ്, അതിൻ്റെ ബിലോ ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഏരിയ. ഓക്കെ, അതെന്താ തരിക? വർക്ക് ഡൺ ആണ്. ഇനി നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്കറിയാം ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ചിട്ട് പ്രഷർ വോളിയം എന്ന് പറയുന്നത് NRT ആണ്. ഒരു മോളാണെങ്കിൽ ഫോർ 1 മോൾ PV ഈക്വൽ എന്തായിരിക്കും? RT ആയിരിക്കും. കറക്റ്റ് അല്ലേ? ഓക്കെ, ഞാൻ ഇപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങോട്ട് ജമ്പ് ചെയ്യാൻ കാരണം നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് കറക്റ്റ് ഒന്ന് പഠിക്കുക. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് dV യില്ല, പക്ഷേ എൻ്റെ മുമ്പിലുള്ള ഫങ്ഷൻ പ്രഷറാണ് അല്ലേ? അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ മുമ്പത്തെ ഈ ഫങ്ഷൻ എന്ത് കിട്ടണം? പ്രഷറിന് എനിക്ക് എന്ത് കിട്ടണം? dV യിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് വോളിയത്തിൻ്റെ ടേമിൽ P എഴുതാൻ പറ്റണം. അങ്ങനെ എഴുതിയാൽ ഈ ഇൻ്റഗ്രേഷൻ എനിക്ക് എന്ത് ചെയ്യാം? പ്രൊസീഡ് ചെയ്യാം. കാര്യം മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇക്വേഷൻ PV ഈക്വൽ ടു RT എന്ന് പറയുന്ന ഇക്വേഷൻ എടുത്തത്. എന്തുകൊണ്ടാണ്? R ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഐസോതെർമൽ പ്രോസസ് ആയതുകൊണ്ട് ടിയും കോൺസ്റ്റൻ്റാണ്. അപ്പോൾ PV ഈക്വൽ ടു RT ഓർ എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് Pക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക. എന്താ കിട്ടുക? ദിസ് ഇംപ്ലൈസ് P ഈക്വൽ ടു RT ബൈ V. ഓക്കെ, P ഈക്വൽ ടു V ഇങ്ങോട്ട് എടുക്കുക, RT ബൈ V. കറക്റ്റ് അല്ലേ? അപ്പോൾ പ്രഷറിന് കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ നമ്മളിവിടെ കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഇൻ്റഗ്രേഷൻ എന്ത് ചെയ്യാം? ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ആ ഇൻ്റഗ്രേഷൻ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, W is equal to ഇൻ്റഗ്രൽ V1 to V2. നോക്കുക, V1 മുതൽ V2 വരെ. P dV. P എന്താ? RT by V into dV. RT is a constant, take outside. So this is equal to RT into integral V1 to V2 dV by V. Okay, 1 by V യുടെ ഇൻ്റഗ്രേഷൻ എന്താ? നാച്ചുറൽ ലോഗ് V അല്ലേ? സോ RT ln V. Okay, definitely from limit V1 to V2. Clear? So this is equal to what you obtain is RT അവിടെ ഉണ്ട് log V2 minus log V1. Okay, clear അല്ലേ? റൈറ്റ്. ഇവിടെ RT log V2 മൈനസ് V1 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? log V2 മൈനസ് V1 എന്ന് പറയുന്നത് log V2 ബൈ V1 ആണ്, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്താൽ what we get is W is equal to RT log V2 by V1. Okay, RT log V2 by V1. So this is the work done during a isothermal process. Clearly, RT log V2 by V1. അപ്പോൾ നിങ്ങൾക്ക് വോളിയം തന്നാൽ നിങ്ങൾക്ക് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ? ഇത് നമ്മൾ മറ്റേ ലോകത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇനി എങ്ങനെ എഴുതാം? W ഈക്വൽ ടു RT ഇൻറ്റു ഏതാണ് വാല്യൂ ഓർമ്മയുണ്ടോ? 2.303 ലോഗരിതം എന്താണ്? V2 by V1. ക്ലിയർ? അപ്പോൾ അങ്ങനെ എഴുതാം, RT ഇൻറ്റു 2.303 ലോഗ് V2 by V1 എഴുതാം. ഓക്കെ, ഫൈൻ. ഈ കാര്യം ചെയ്യട്ടെ, നമ്മൾ 1 മോളിൻ്റെ കേസിൽ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? PV ഈക്വൽ ടു RT എന്നിന് 1 കൊടുത്തിട്ട് എടുത്തത്. ഇപ്പോൾ N മോളിലാണെങ്കിൽ എക്സ്പ്രഷൻ എങ്ങനെ എഴുതും? ഒന്നുമില്ല, W is equal to എന്ത് മതി? ഞാൻ ഈ വാല്യൂവിനെ 2.303 മുമ്പിലിട്ടെ 303 ഇൻറ്റു RT log V2 by V1. അത് 1 മോളാണ്. അപ്പോൾ N മോളാണെങ്കിൽ NRT log V2 by V1. Okay, so this is the expression for calculating work done in an isothermal process. ഇനി ഇതിപ്പോൾ നിങ്ങൾക്ക് വർക്ക് ഡൺ തന്നിരിക്കുന്നത് വോളിയത്തിലാണ് അല്ലേ?
അതിന് പ്രഷറിൻ്റെ ടേംസിൽ മാറ്റണം എന്ന് വിചാരിക്കും. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ അടുത്ത നമ്മൾ തെർമോഡൈനാമിക്കൽ വേരിയബിൾ എന്ന് പറയുന്നത് പ്രഷറാണ്. അപ്പോൾ ഇപ്പോൾ തന്നിരിക്കുന്നത് വോളിയത്തിലാണ്. ഇനി വർക്ക് ഡൺ പ്രഷറിൻ്റെ ടേംസ് കിട്ടണം. അതിനെന്ത് ചെയ്യും? സിമ്പിൾ മെത്തേഡാണ്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്കറിയാവുന്ന കാര്യം, ഒരു ഐഡിയൽ ഗ്യാസിനാണെങ്കിൽ പി വി ഈക്വൽ ടു 1 mol ആണെങ്കിൽ പി വി ഈക്വൽ ടു RT ആണ്. ശരിയല്ലേ? നിങ്ങൾ നോക്കുക, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ്. ഐസോതെർമൽ പ്രോസസ്സിന് ടെമ്പറേച്ചർ എന്താ? കോൺസ്റ്റൻറ്റ്. അപ്പോൾ പി വി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഫോർ ഐസോതെർമൽ പ്രോസസ്. ക്ലിയർ? പി വി എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇനീഷ്യലി പ്രഷർ P1 V1 ആയിരിക്കും. അപ്പോൾ അതെന്തായിരിക്കണം? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. പിന്നീട് സിസ്റ്റം മാറി മാറി അടുത്ത സ്റ്റേറ്റിലെത്തുന്നു. അവിടെ പ്രഷർ P2 V2 ആണെന്ന് വിചാരിക്കാം. എങ്കിൽ P2 V2 മൾട്ടിപ്ലൈ ചെയ്താൽ അതും എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ദാറ്റ് മീൻസ് P1 V1 ഈക്വൽ ടു എന്താണ്? P2 V2 ആണ്. നിങ്ങൾ കുഴപ്പമുണ്ടോ? ഓക്കെ, റൈറ്റ്. ഇനി നിങ്ങൾ നോക്കുക, നമുക്ക് V2/V1 കിട്ടണം. ഇവിടുന്ന് V2/V1 കിട്ടുക. V1 ഇങ്ങോട്ടേക്ക് എടുക്കുക, P2 ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ P2 ലെഫ്റ്റ് സൈഡിലേക്കും V1 റൈറ്റ് സൈഡിലേക്കും. അപ്പോൾ എന്താ വരിക? P1/P2 ഈക്വൽ ടു V2/V1. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ V2/V1 ഉള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ അതിനെ P1/P2 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. റിപ്പീറ്റ്, ഐസോതെർമൽ ആയതുകൊണ്ടാണ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പി വി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് P1 V1 P2 V2. ഇനിയിപ്പോൾ വേറെ ഉണ്ടെന്നിരിക്കും മറ്റൊരു സ്റ്റെപ്പ് P3 V3 P4 V4 ഒക്കെ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ദാറ്റ് മീൻസ് P1/P2 ഈക്വൽ ടു എന്താണ്? V2/V1. സോ ഇൻ wherever you see V2/V1 in isothermal process, you can replace it with P1/P2 എന്ന് പറഞ്ഞാൽ W ഈക്വൽ ടു RT log V2/V1 അല്ലേ? ഡബിൾ. ഇതല്ലേ നമ്മൾ മാറ്റി ചെയ്ത ഇക്വേഷൻ. W ഈക്വൽ ടു ഈ ഇക്വേഷനിൽ V2/V1 നമുക്ക് എന്ത് ചെയ്യാം? എന്തിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യാം? V2/V1 P1/P2 റീപ്ലേസ് ചെയ്യാം. സോ യു ഗെറ്റ് W is equal to 2.303 nRT. n മോൾ ആണെങ്കിൽ ലോഗ് V2/V1 പകരം P1/P2. Okay, so this expression also gives the work done during an isothermal process in terms of pressure. Okay, അപ്പോൾ നേരത്തെ വോളിയത്തിൽ കിട്ടി, ഇപ്പം എന്തിനും കിട്ടി? പ്രഷറിലും കിട്ടി. അപ്പോൾ കാര്യം ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ എങ്ങനെ കാണാമെന്ന് പറഞ്ഞു. എന്താണ്? വോളിയം ഇൻ്റഗ്രൽ PdV ആണ്. ഇനി ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഒരു ഐസോതെർമൽ പ്രോസസ്സുള്ള വർക്ക് ഡൺ കണ്ടു. ഇനി അഡിയാബാറ്റിക്കിലെ കാണണം. അതാണ് ഇതുപോലുള്ളൊരു ലെങ്തി ആയിട്ടുള്ള സ്റ്റെപ്പ്. ഐസോകോറിക്കും ഐസോബാറിക്കും പെട്ടെന്ന് കഴിയും. Okay, so that thing we will discuss in the next class. So see you, bye.